ഈ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഇവിടുത്തെ മെട്രോയിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, അതായത് ഇവിടുത്തെ മെട്രോ എന്ന് പറയുന്നത് ഈ അണ്ടർഗ്രൗണ്ട് മെട്രോയാണ്, നാട്ടിലെ പോലെ പുറത്തല്ല. അതുകൊണ്ട് തന്നെ മെട്രോ മൂവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സൗണ്ടായിരിക്കും. നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയോട് തന്നെ ഒരു കാര്യം പറയണമെങ്കിൽ ഇരട്ടി സൗണ്ട് എടുത്തിട്ട് പറയണം, എന്നാലേ ആൾക്ക് കേൾക്കത്തുള്ളൂ. അതേപോലെ തന്നെ അടുത്ത് നിൽക്കുന്ന ആളും അങ്ങനെ പറഞ്ഞാലേ നമുക്കും കേൾക്കത്തുള്ളൂ. പൊതുവേ മെട്രോ മൂവ് ചെയ്യുമ്പോൾ ഞാനൊന്നും മിണ്ടാറില്ല. മെട്രോ സ്റ്റേഷൻസ് എത്തുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും പറയത്തുള്ളൂ. ഈ പറയുന്ന സംഭവം കഴിഞ്ഞില്ലെങ്കിൽ തന്നെ മെട്രോ മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് അത് നിർത്തിയിട്ട് അടുത്ത സ്റ്റേഷനിലെത്തുമ്പോൾ ബാക്കി പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കോൺവെർസേഷൻ അവിടെ നിന്ന് നിർത്തും. ഇങ്ങനെ മെട്രോ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഒരു 2 സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ മെട്രോയ്ക്കകത്തേക്ക് ഒരു 5-6 യുവാക്കൾ കയറി. ഇവർ കയറിയിട്ട് എൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് പേരും തൊട്ട് മുമ്പിലത്തെ സീറ്റിലായിട്ട് കുറച്ച് പേരും കൂടെ ഇരുന്നു. വീണ്ടും മെട്രോ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ മിണ്ടാണ്ടിരിക്കുക. ഞാൻ മിണ്ടാണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് അപ്പോൾ വന്നിരുന്നവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. യാതൊരു ബുദ്ധിമുട്ടുള്ളതല്ലാതെ മെട്രോ മൂവ് ചെയ്യുമ്പോഴും ഇവർ ചിരിക്കുകയും കളിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ആ യാത്ര തീരുന്നിടം വരെ എൻ്റെ ആ ഒരു ഫുൾ ശ്രദ്ധ പിന്നെ അവരിലേക്ക്. കാരണം അവർക്ക് സംസാരിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അതായത് സംസാരിക്കുവാനുള്ള ശേഷി ഇല്ലാത്ത വ്യക്തികളായിരുന്നു. ഇവർ ആംഗ്യ ഭാഷയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞാനിപ്പോൾ ഇത് ഇവിടെ പറയാൻ കാരണം, നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകളോടെ ആയിരിക്കും നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടാവുക. എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവത്തില്ല. കാരണം ഇപ്പോൾ ഈ മെട്രോ യാത്രയിൽ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നിട്ട് പോലും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നതെങ്കിൽ, സംസാരിക്കാൻ കഴിവില്ലാത്ത അവർ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അത്രയും ശബ്ദത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ അവരുടെ ആ ഒരു കുറവ് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത്. ആ ഒരു യാത്രയിൽ ഇവർ എനിക്ക് പഠിപ്പിച്ചു തന്നൊരു പാഠമാണത്. നമ്മുടെ കുറവുകളെന്ന് പറയുന്നത് എപ്പോഴും ഒരു കുറവുകളല്ല, ചില സമയത്തെങ്കിലും അത് നമ്മുടെ ഒരു ബ്ലെസ്സിങ് ആണ്. ബിക്കോസ് എവറി ഡേ ലൈഫ് ടീച്ചേഴ്സ് എ ലെസൺ.